വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ അമ്മയുടെ ഒരു പഴഞ്ച കുർത്തി ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചേഞ്ചിന് ഒരു അമ്പലത്തിൽ പോയി വന്ന ലുക്ക് ഉണ്ടെങ്കിലും അമ്പലത്തിലൊന്നും പോയിട്ടില്ല, വെറുതെ ഒരു ചേഞ്ചിന് ചെയ്തതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ട്രൈയിങ് വൈറൽ മേക്കപ്പ് ഹാക്സ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് മേക്കപ്പ് ഹാക്സ് ചെയ്ത് നോക്കണം എന്നൊരു ത്വരയായിരുന്നു ഗൈസ്. അങ്ങനെ ഫൈനലി ഇന്നലെ നൈറ്റ് ഞാൻ ഡിസൈഡ് ചെയ്തു ഇന്നത്തെ വീഡിയോ അതന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു 4-5 മേക്കപ്പ് ഹാക്സ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാം ഗൈസ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഓരോന്നായിട്ട്. അപ്പൊ വേഗം ഫസ്റ്റ് ഹാക്ക് എന്താ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് ഹാക്കിൽ അവർ പറയുന്നത് ഒരു ടിഷ്യൂ എടുത്ത് വായി കുത്തി കയറ്റിയിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ ലിപ്സ്റ്റിക് പുറത്തൊന്നും ആവില്ല, പല്ലിലൊന്നും ആവില്ല, നല്ല നീറ്റായി കിട്ടും എന്നാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്, വായിൽ കുത്തി കയറ്റട്ടെ ആദ്യം. ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ. ഞാൻ അതിന്റെ മേലെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് നോക്കാമല്ലോ. ഓക്കോ അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് ട്രൈ ചെയ്തു ഗൈസ്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതിനെക്കാട്ടും നന്നായിട്ട് നമുക്ക് നോർമലി ഇടുമ്പോൾ പറ്റും. ഇത് കുറച്ച് ടിഷ്യൂലായിട്ടുണ്ട്, പക്ഷെ ടിഷ്യൂ വായിൽ വെച്ചപ്പോൾ എന്തോ പോലെ ആയിരുന്നു, ഒരു സുഖമില്ല, ഒരു വായ വല്ലാണ്ട് ഡ്രൈ ആയ പോലെ ഒരു ഫീൽ ആയിരുന്നു. അപ്പോൾ ഈ ഹാക്ക് വർക്കിംഗ് അല്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെക്കാട്ടിലും നോർമലി നമ്മൾ ഇടുകയാണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഹാക്ക് മിസറബിളി ഫ്ലോപ്പ് ആയി ഗൈസ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതിനെക്കാളും നമ്മൾ നോർമലി ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് വേസ്റ്റ് ആട്ടോ, ഇതിൻ്റെ കാര്യമില്ല. ഒരു ടിഷ്യൂവും വേസ്റ്റ് ആകും, നമ്മുടെ വായിലൊക്കെ ടിഷ്യൂവും പോവും, അത് വേണ്ട. അപ്പോൾ ഹാക്ക് നമ്പർ 2 ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ ചുണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ലിപ്പ് ഔട്ട്ലൈൻ ചെയ്തിട്ട് ആ ടിഷ്യൂവിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് നല്ല രീതിയിൽ ഡസ്റ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ചുണ്ടിൽ ആ ടിൻറ്റ് ആയിണ്ടാവുമെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. ഞാൻ ഈ ലിപ്സ്റ്റിക് ഒന്ന് തുടച്ച് കളയട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഹാക്ക് നമ്പർ 2 ചെയ്യാൻ പോകണേ. ഞാൻ ടിഷ്യൂ എടുത്തിട്ടുണ്ട്, ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. നമുക്ക് ടിഷ്യൂ ലിപ്പിൻ്റെ മേലെ വെച്ചിട്ട് വരഞ്ഞു കൊടുക്കാം. എങ്ങനെ ഇപ്പം ഞാൻ വരയ്ക്കുക, കോമഡിയാണ് ഗൈസ്, കോമഡി. എനിവേസ് ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്, വെച്ചു. വെച്ചിട്ടുണ്ട്. ഇനി വരഞ്ഞു കൊടുക്കാം. ചുണ്ടടിയാ ഈശ്വര, ചെണ്ട് പോലെ അറിയണില്ലല്ലോ. ഞാൻ ആദ്യം ഔട്ട്ലൈൻ കൊടുത്തിട്ട് വലിയ ആയിട്ടുണ്ട് ഗൈസ്. കുറച്ച് വർക്കിംഗ് ആണെന്ന് പറയാം കേട്ടോ. കാരണം എൻ്റെ ചുണ്ടിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും, കുറച്ചൊരു ടിൻറ്റ് വന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിൻ്റെ ചെറുതായിട്ട് ടിൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വരച്ചത് കുറച്ച് ഫ്ലോപ്പായിപ്പോയി ഗൈസ്. കാരണം എനിക്ക് വരയ്ക്കാൻ ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവരെങ്ങനെ വരയ്ക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം ഒരു ചുണ്ടിൻ്റെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഒരു ഓക്കെ ഹാക്ക് എന്ന് പറയാം. എനിക്ക് അത്രയ്ക്ക് ഓക്കെ തോന്നിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരുമാതിരി ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടണ്ട, കുറച്ചൊരു ടിൻറ്റ് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഹാക്ക് ചെയ്യാം. പക്ഷെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്.
ഇനി നമുക്ക് തേർഡ് ഹാക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഹാക്ക് നമ്പർ 3 ആ സ്ത്രീ കാണിക്കുന്നത് ഈ ഒരു നൂല് നമ്മളിങ്ങനെ കടിച്ചു പിടിക്കണം. കടിച്ചു പിടിച്ചിട്ട് സൈഡിൽ ലിപ്സ്റ്റിക് ആക്കിയിട്ട് അതിനെ സെൻറ്ററിൽ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ 2 സൈഡ് ഓരോ വാല് വരുന്ന, ആ വാലിൻ്റെ ആവശ്യം എന്തിനാന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് വരുന്നുണ്ടോ, അത് ഭംഗിയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം കടിച്ചു പിടിക്കണ്ടേ. കോമഡി പരിപാടി കേട്ടോ. സാധനങ്ങളെല്ലാം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. മതിയോ? ഇനി നമ്മൾ ഈ ലിപ്സ്റ്റിക് പോർഷനെ സെന്ററിൽ കൊണ്ടുവന്നിട്ട് ആക്കണം. ഒന്നും വന്നില്ലല്ലോ ഗൈസ്. എന്താ ഈ സൈഡാണ് എന്താ ഒരു സൈഡ് വരാത്ത? 2 സൈഡും വന്നു ഗൈസ്. പക്ഷെ എനിക്ക് ഈ ഹാക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ആവശ്യകത എന്തിനാ നിങ്ങൾ തന്നെ പറയും. ഇത് നോക്കൂ, ഇങ്ങനെ വന്നിരിക്കണം. ഈ സൈഡ് കുറച്ച് കട്ടി കൂടിപ്പോയി തോന്നുന്നു. അതുകൂടെ നമുക്ക് നോക്കാം. ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ കേട്ടോ വരുന്നത്. ഈ സൈഡ് എന്താ ശരിയാകാത്തത്? ഇങ്ങനെ കൈസ് വരുന്നത്. ഈ സൈഡ് ശരി ഭംഗിയുണ്ടല്ലേ കാണാൻ, ചെറുതായിട്ടൊരു ഭംഗിയുണ്ട്. ഈ സൈഡ് എത്ര? നമുക്ക് ഈ സൈഡ് ഒന്ന് തുടച്ചിട്ട് ഈ സൈഡ് അതുപോലെ ആവുന്നുണ്ടോ നോക്കാം. ഈ ലിപ്സ്റ്റിക്കിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല. ആകപ്പം നല്ല രസമായിട്ടുണ്ട് കാണാൻ. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതിൽ കൂടുതൽ ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ, അതിന് മതിയാവും. നോക്കാം. ഓക്കെ ഓക്കെ, രണ്ടും ഒരുപോലെ. പക്ഷെ ഇത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒരു മീശ വെച്ച പോലെയുണ്ട്. കണ്ടോ? ഈ സൈഡ് കുഴപ്പമില്ല. ഈ സൈഡ് എനിക്ക് ഈ ഹാക്കിൽ നിന്ന് അവരെന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഈ ഹാക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതുവരെ ചെയ്ത ഒരു ഹാക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിവേ ഹാക്ക് നമ്പർ 3 ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നു. കാരണം ഈ ഒരു സൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഭംഗി. നമ്മൾ വിങ്ക് ഐലൈനർ ചെയ്യണ പോലെ വിങ്ക് ലിപ്സ് ആയിട്ടോ. മീശക്കാരിയെ പോലെ ഉണ്ട് ഇടയ്ക്ക്, എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ഹാക്ക് നമ്പർ 4. ഹാക്ക് നമ്പർ 4 വൻ കോമഡിയാണ് ഗൈസ്. ആ സ്ത്രീ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഐലൈനറോ മാർക്കറോ ആണ്, ഞാൻ ഐലൈനറാണ് എടുക്കുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ പല്ലിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 പല്ല് ചൂസ് ചെയ്ത്, 2ഓ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, ചൂസ് ചെയ്തിട്ട് പകുതിയിൽ ഇത് വരച്ച് കൊടുത്തിട്ട് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ആ പല്ലില്ലാത്ത പോലെ തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാ അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യം എന്താ ഗൈസ്? നമ്മുടെ ഉള്ള പല്ല് കാണിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം അല്ലേ. എടുത്തിട്ടുണ്ട് ഞാൻ കോമഡി ആയിരിക്കും. നമുക്ക് സൈഡ് വരയ്ക്കാം അല്ലേ. എന്താ ഗൈസ് വൻ കോമഡി ആയിരിക്കും. ശരിയാണ്, കണ്ടിട്ടുണ്ട്. പറക്കും തലയിലെ ബസന്തി നാണ ഗൈസ്, നാണാണ്. എന്നാ മനസ്സിലായോ നിങ്ങൾക്ക്? അത്ര ഹേഹാണ് ഗൈസ്. ഞാൻ കഴുകിയിട്ട് തരാം. രണ്ടായിരം ഹല്ലിന്ന് പോകണമില്ല ഗൈസ്. ആ സ്റ്റെയിന് അതേപോലെ നിൽക്കുന്നുണ്ട് ഒരു ചേർഹ്. ഓക്കെ ഗൈസ്, ഈ ഹാക്കിൽ നിന്ന് അവരെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഉള്ള പല്ലിനെ പ്രദർശിപ്പിക്കണമെങ്കിൽ എന്താ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വല്ലവരെയൊക്കെ പേടിപ്പിക്കാനായിരിക്കും. എനിക്ക് നല്ല സംശയമുണ്ട്. ഈ പിച്ചക്കാരായിട്ട് വരുന്നവർ പലവരും ഇങ്ങനെ ചെയ്തിട്ടാണോ വരുന്നത്? ഓക്കെ, അടുത്ത ഹാക്കിൽ ആ കൊറിയൻ ചേച്ചി കാണിക്കുന്നത്, നമ്മൾ ഇതുപോലത്തെ ഒരു ഐലൈനർ വെച്ചിട്ട് ഈ മൂക്കിൻ്റെ കോർണർ ഫുള്ളൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മൂക്ക് നല്ല സ്ലിമ്മായിരിക്കുന്നതാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം സ്ലിമ്മായിരിക്കുമോ അതോ വേറെ വല്ല കോലത്തിലാവുമെന്ന്. എടുത്തിട്ടുണ്ട്, വരയ്ക്കുകയാണ്. ഭയങ്കര കോമഡി കേസ്. എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ ശരിയാനോ എൻ്റെ ലിപ്സ്റ്റിക് മീശയൊക്കെ ആയിട്ട് ഞാൻ വരാതിരി ഇവിടെ നാറ്റാം.
ഇതൊക്കെ ചെയ്യണതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ പിന്നെ എന്തിനാ ചെയ്യുന്നതെന്ന്. രസത്തിന് ഗൈസ് ഈ തള്ളണതല്ല പറയണതൊക്കെ കറക്റ്റാണോ അതോ തള്ളലാണോ നമ്മൾ അറിയണ്ടേ അല്ലേ? അറിയണ്ടേ? നിങ്ങൾ പറയൂ ഗൈസ്, നമ്മൾ അറിയണ്ടേ? മതിയാവും, ഡൂള മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ പറയൂ ഗൈസ്, മൂക്ക് സ്ലിം ആയോ അതോ വേറെ വല്ല ലുക്കുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇതിനെക്കാളും നല്ലത് എൻ്റെ ഒറിജിനൽ മൂക്കായിരുന്നു. കോമഡി ആയിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യായിരുന്നു. മൂക്കൊന്നും പണ്ടരം പോകുന്നുമില്ല. അതിട്ടിട്ട് എന്നെ കണ്ടപ്പം മമ്മിയുടെ ഒരു ലുക്ക് തോന്നി ഗൈസ്. മമ്മിയില്ലേ, മമ്മിയുടെ ഒരു ലുക്ക് തോന്നി. മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ അകത്തോട്ട് പോയോ എന്തോ. ഓക്കെ മതി. അട്ടർ ഫ്ലോപ്പാണ്. 2 ഹാക്സ്, ഹാക്ക് നമ്പർ 4 and 5. മൂക്കിന് ഇപ്പോഴും ആരും ഇത് പോയിട്ടില്ല ഗൈസ്. വളരെ സ്ലിമ്മായി മൂക്ക് അതിട്ടപ്പോട്ടോ. അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാക്ക് നമ്പർ 6. ആ കൊറിയൻ ചേച്ചി കാണിച്ച പോലെ വളരെ സങ്കടത്തോടു കൂടി തന്നെ ഞാൻ എൻ്റെ ഈ അടിപൊളി ഐലാഷസ് വെട്ടാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ വെട്ടാല്ലേ? അയ്യടി മനമേ, നിങ്ങളെന്താ വിചാരിച്ച ആ തള്ള പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ ഐലാഷസ് വെട്ടിക്കളയുന്നു? ഇത്രയും ഹാക്കോട് കൂടെ തന്നെ എനിക്ക് മതിയായി ഗൈസ്. ഇനി എനിക്ക് എൻ്റെ സ്വന്തം അടിപൊളി ഐലാഷസ് വെട്ടിക്കളയാൻ മനസ്സില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 6 ഹാക്കേ ചെയ്തുള്ളൂ എങ്കിലും ഗൈസ് ഒരു 600 ഹാക്ക് ചെയ്തതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്. അത്രയും മികച്ച ഹാക്സ് ആയിരുന്നു എല്ലാം. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ആ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, ആ ടിഷ്യൂലിട്ട് ചെയ്യണൊക്കെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നോർമലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായി വരാറുണ്ട്. പിന്നെ ആ പല്ലിലിട്ടത് മൂക്കിലൊക്കെ ഇട്ടത് വളരെ മികച്ച ഹാക്സ് ആയിരുന്നു. പല്ലിന്ന് ഇപ്പോഴും പോയിട്ടില്ല ഭണ്ഡാരം. പിന്നെ അവസാനമായിട്ട് ആ കൊറിയൻ തള്ളയ്ക്ക് നമ്മൾ നമ്മുടെ ഐലാഷസും കൂടെ വെട്ടിക്കൊടുക്കണം. അത്ര കാത്തിരുന്നോട്ടെ, ഇപ്പോൾ വെട്ടിത്തരാം അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ട്രൈയിങ് വൈറൽ മേക്കപ്പ് ഹാക്ക് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഐലൈനറൊക്കെ എൻ്റെ വായിൻ്റെ അകത്ത് പോയിട്ട് ഒരു ഗുരു ഒച്ചയുണ്ട് ത്രോട്ടിൽ, എന്താണെന്നറിയില്ല. എനിവേസ് നമുക്ക് അറിയണമായിരുന്നല്ലോ ഈ ചേച്ചിമാരൊക്കെ ഉള്ളതാണോ പറയുന്നത് തള്ളുകയാണോ എന്ന്. ഇതെന്ന് മനസ്സിലായി. നമ്പർ 1 തള്ളിസ്റ്റുകളെല്ലാം നമ്മളത് പൊളിച്ചടക്കി ഗൈസ്. അതായിരുന്നു നമുക്ക് വേണ്ടത്. നമ്മൾ സക്സസ്ഫുള്ളി അത് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്താൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ. അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.